നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രവചന സിംഹമോ അതോ മാൻഡ്രേക്കോ? എങ്ങനെയുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടൻഹാം മത്സരം നമ്മൾ പ്രവചിച്ചത് 2-2 സമനിലയാണ് പ്രഡിക്റ്റ് ചെയ്തത്. അത് തന്നെ സംഭവിച്ചെന്നേ. ഒരല്പം ബേജാറായി, സംഗതി ശരിയാണ്. പക്ഷേ ഒടുവിൽ പിള്ളേർ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആക്കി എത്തിച്ചു. ഏതായാലും 11ാം റൗണ്ട് മത്സരത്തിൽ പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 11 നമ്മുടെ പ്രവചനവും ആക്ച്വൽ റിസൾട്ടും എന്താണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ടോട്ടൻഹാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം 2-2 സമനിലയായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ. റിസൾട്ടും 2-2 സമനിലയാണ്. അത് ഇഞ്ചുറി ടൈമിൽ റിച്ചാലിസൺ ഗോൾ അടിക്കുന്നു, വലിയ ആഘോഷത്തിലേക്ക് പോകുന്നു. ടോട്ടൻഹാം കൊണ്ടുപോയി കരുതിയതാണ്, പക്ഷേ ഡിലൈറ്റ് നമ്മളെ രക്ഷിച്ചു. ഒടുവിലൊരു ഹെഡർ ഗോളിലൂടെ ഡിലൈറ്റ് ഒപ്പം പിടിച്ചു. അങ്ങനെ 2-2 സമനില. അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളുടെ കമൻറ്റ് മാച്ച് റിപ്പോർട്ടിൻ്റെ താഴെ റാഫിക്ക പ്രവചന സിംഹം നിങ്ങൾ പറഞ്ഞ പോലെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രവചനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കളിയുടെ ഒരു ആവേശത്തിൽ അങ്ങ് പറയുന്നതാണ്. അത് അതുപോലെ തന്നെ സംഭവിച്ചുകൊള്ളണമെന്നില്ല. അടുത്ത മത്സരം എവേർട്ടൺ വേഴ്സസ് ഫുള്ളാം മത്സരം. നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 1-1 സമനിലയായിരുന്നു. അവിടെ പാളിപ്പോയി. അവിടെ എവേർട്ടൺ 2-0 വിജയിച്ച് കയറുകയാണ് ചെയ്തത്. അടുത്ത കളി വെസ്റ്റ് ഹാം വേഴ്സസ് ബേൺലി പോരാട്ടം. നമ്മൾ പറഞ്ഞു വെസ്റ്റ് ഹാം ജയിക്കുമെന്ന്. അത് തന്നെ സംഭവിച്ചു. പക്ഷേ സ്കോർ ലൈൻ ഒരല്പം മാറിയിട്ടുണ്ട്. എന്നാലെന്താ, നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞ ടീം തന്നെ ജയിച്ചു. 2-0 വെസ്റ്റ് ഹാം ജയിക്കുമെന്നായിരുന്നു പ്രഡിക്ഷൻ. പക്ഷേ 3-2 എന്ന രൂപത്തിലാണ് വെസ്റ്റ് ഹാം ജയിച്ചത്. സണ്ടർലൻഡ് വേഴ്സസ് ആഴ്സണൽ പോരാട്ടം. നമുക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല കളി 2-0 ആഴ്സണൽ ജയിക്കുമെന്ന്. പക്ഷേ ആ സംഗതി അടപടലമായി. കാരണം സണ്ടർലൻഡ് നന്നായിട്ട് പണി കൊടുത്തു. ഹൈ ഡ്രാമ കണ്ടൊരു കളി. 2-2 സമനിലയാണ് കളി അവസാനിച്ചത്. ചെൽസി വേഴ്സസ് വോൾസ് പോരാട്ടം. നമുക്ക് എന്താ സംശയം? ഒരു സംശയവുമില്ല. 4-0 ചെൽസി അങ്ങ് അർമാദിക്കുന്ന പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചു. ജയിച്ച് കയറിയിട്ടുണ്ട്. ഒരു ഗോളൊന്ന് കുറഞ്ഞു പോയി. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. 3-0 ചെൽസി വോൾസിനെ തോൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത കളി നമ്മുടെ പ്രഡിക്ഷൻ ആസ്റ്റൺ വില്ല വേഴ്സസ് ബേൺമൗത്ത് മത്സരം. 1-1 സമനിലയാണ്. പക്ഷേ എമി മാർട്ടിനസും സംഘവും പണി പറ്റിച്ച് കളഞ്ഞു. അതിൽ നല്ല രൂപത്തിൽ എമി മാർട്ടിനസ് പെനാൽറ്റിയൊക്കെ സേവ് ചെയ്ത് കിടിലൻ വിജയം തന്നെ ആസ്റ്റൺ വില്ല സ്വന്തമാക്കി. 4-0 വിജയമാണ് ആസ്റ്റൺ വില്ല നേടിയിട്ടുള്ളത്. ബ്രെൻഫോർഡ് വേഴ്സസ് ന്യൂ കാസിൽ യുണൈറ്റഡ് മത്സരം. ഈ കളിയിൽ നമ്മൾ ബ്രെൻഫോർഡ് വിജയിക്കുമെന്നാണ് ഒരു ബോൾഡായിട്ടൊരു പ്രഡിക്ഷൻ നടത്തിയത്. എന്തുണ്ടായി? ബ്രെൻഫോർഡ് തന്നെ ജയിച്ചു. നമ്മൾ പറഞ്ഞത് 2-1 ബ്രെൻഫോർഡിൻ്റെ വിജയമാണ്. പക്ഷേ കളി കഴിയുമ്പോൾ 3-1 ബ്രെൻഫോർഡ് വിജയിച്ച് കയറിയിട്ടുണ്ട്. അടുത്ത കളി ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബ്രൈറ്റൺ പോരാട്ടമാണ്. ഈ കളി നമ്മൾ 1-1 സമനില പറഞ്ഞതാണ്. സമനില തന്നെയായി. പക്ഷേ ഗോൾ രഹിത സമനിലയായിരുന്നു എന്ന് മാത്രം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ലീഡ്സ് മത്സരം. നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ജയിക്കുമെന്നാണ്. അത് തന്നെ സംഭവിച്ചു. പക്ഷേ സ്കോർ ലൈൻ വ്യത്യാസമുണ്ട്. 1-0 എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ റിസൾട്ട് വന്നത് 3-1 പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലിവർപൂൾ. എന്ത് പ്രഡിക്ഷൻ നടത്തും? വലിയ പോരാട്ടം നടക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ ബോൾഡായിട്ടൊരു പ്രഡിക്ഷൻ നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് 3-2 സിറ്റി ജയിക്കുമെന്ന് പറഞ്ഞു. അത്രയൊന്നും അവർ കഷ്ടപ്പെട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ സിറ്റി 3 ഗോൾ അടിച്ചിട്ടുണ്ട്. ലിവർപൂളിനെ കൊണ്ടൊന്നിനും പറ്റിയില്ല. ഹാലൻഡ് പെനാൽറ്റിയൊക്കെ മിസ് ചെയ്തിട്ടും 3 ഗോളുകൾ സിറ്റി അടിച്ചു. 3-0 സിറ്റി വിജയിച്ച് കയറി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണത്തെ പോലെയല്ല, നമ്മൾ പറഞ്ഞ പോലെ റിസൾട്ടൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതേസമയം ഈ സ്കോർ ലൈനിൽ അന്തരമുണ്ടാവും. അത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യമാണ്. സ്കോർ ലൈൻ അതുപോലെ വന്നുകൊള്ളണമെന്നില്ല. ടീമുകൾ ജയിച്ചല്ലോ. ഏതായാലും 11 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ആഴ്സണൽ ഇപ്പോൾ ഈ വീക്കെൻഡിൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു. എന്നാൽ പോലും അവർ തന്നെയാണ് 1ാം സ്ഥാനത്ത്. 11 കളി 26 പോയിൻ്റ് അവർ 1ാമത് നിൽക്കുമ്പോൾ സിറ്റി ഇപ്പോൾ കുതിച്ചു വരുന്നുണ്ട്. 11 കളിയിൽ നിന്ന് 22 പോയിൻറ്റുമായിട്ട് അവർ 2ാമത് നിൽക്കുന്നു. 11 കളി 20 പോയിൻറ്റുമായിട്ട് ചെൽസി 3ാമത് നിൽക്കുന്നു. 11 കളി 19 പോയിൻറ്റുമായിട്ട് സണ്ടർലൻഡ് 4ാമത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.